ഹലോ. ഇന്ന് ഞാൻ ഇച്ചിരി ഒരുങ്ങിയൊക്കെയാണ് വന്നേക്കുന്നത്. ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതല്ല. എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചർ എപ്പോഴും പറയും നല്ല ഒരുങ്ങി സുന്ദരി മണികളായിട്ട് തന്നെ വരണം, അപ്പോഴാണ് ഭംഗിയുള്ളത്, ഡാൻസ് ചെയ്യുമ്പോൾ കണ്ണ് എഴുതണം എന്നൊക്കെ പറയും. ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആഗ്രഹത്തിനെ കുറിച്ച് പറയാം അല്ലേ. ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കുറേ ഹിഡൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കാണും. അത് നല്ല ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ, നല്ല ആഗ്രഹങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വപ്നങ്ങൾ, എയിം, പക്ഷെ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ, അത് നേടിയെടുക്കണം എന്ന് നമ്മളെ മൈൻഡിൽ 100% സെറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ചിലപ്പോൾ കാലതാമസം എടുക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കണം എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കണം എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, എനിക്ക് ഒരു വണ്ടി എടുക്കണം, എൻ്റെ പൈസ ഇല്ല, എനിക്കത് പറ്റുമോ? ഇല്ല. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ആഗ്രഹമുണ്ട്, അല്ലാതെ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പഠിക്കാൻ പോവുക, നമ്മളെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെ. എൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം ഒന്നുമല്ല ഈ ഒരു ഡാൻസ് പരിപാടി. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഡേയിൽ ഞാനൊരു ഡാൻസ് കളിച്ച് അന്ന് അത്ര ഭയങ്കര എനർജറ്റിക് ആയിട്ട് എനിക്കങ്ങ് ക്ഷീണമൊന്നും ഫീൽ ചെയ്യാറില്ല. ഭയങ്കര സന്തോഷമാണ്, മെയിനായിട്ട് സന്തോഷമാണ് തോന്നാറുള്ളത്. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലേ, ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇരട്ടി സന്തോഷമാണ്. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. നമുക്ക് ഈവൻ ഒരു കോളേജ് ടൈമൊക്കെ കഴിയുമ്പോൾ വേറൊരു കുറച്ച് ഫ്രണ്ട്സ് സർക്കിളൊക്കെ നമുക്ക് നന്നായിട്ട് കുറയും. ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന 1-2 പേര് മാത്രമേ നമുക്ക് കാണുള്ളൂ. അങ്ങനെ അല്ലാതെ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ചേച്ചിമാരാണ്, നമ്മളേന്നും കുറച്ചുകൂടെ ഏജ് മക്കളൊക്കെ ഉള്ള, അവരുടെ ലൈഫ് വേറെ യൂണിവേഴ്സാണ്. എന്നാലും നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഡാൻസിന് പോയിട്ട്. എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് ചിലപ്പോൾ നേടാൻ പറ്റൂലായിരിക്കും, പറ്റാത്ത ആഗ്രഹങ്ങളായിരിക്കും, എന്നാൽ പോലും നമ്മളതിന് നേടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനെങ്കിലും നമുക്ക് കാണുമല്ലോ. അപ്പോൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിൽ വന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അതൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഒരുപാട് സമയം എടുക്കണ കണക്ക് തോന്നും. പിന്നെന്താ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമല്ലേ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണ്, എല്ലാവരും ചെയ്യാത്ത കാര്യം എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഡേ 2 ഓഫ് വീഡിയോ എടുക്കൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണം. മറ്റുള്ളവരടുത്ത് നമ്മൾ ഇപ്പം ഈവൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നമ്മളോട് ഒരുപാട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുന്നതെന്ന് പറയുന്നത് ഒരു കുടം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ എവിടെയെങ്കിലും സേവ് ആവുമോ? ഇല്ല. അതേപോലെ മാത്രമേ ഉള്ളൂ. അവരെ മൈൻഡിൽ അവർ നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ആരെയും തിരുത്താൻ നോക്കരുത്. അതടുത്ത കാര്യം. പിന്നെ ഈ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്താണെന്നറിയാമോ? ഉപദേശം. ഈ പറയുന്നത് എനിക്ക് പോലും അത്ര ഇഷ്ടമല്ല. മുതിർന്നവർ അങ്ങനെ പറയുന്നത്, ഈ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ നല്ലതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ എടുക്കണം. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് ചെന്ന് ചോദിക്കുമ്പോൾ
നീ ധൈര്യമായിട്ട് ചെയ്യ്, നിനക്കത് പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. എനിക്കുണ്ട് കേട്ടോ. ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിക്കാരി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിന്നിട്ട് അവളുടെ അടുത്ത് നിന്നിട്ട് എടി എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, അതിനെന്താ, നമുക്കിത് പറ്റും, നമുക്കത് ചെയ്യാം, നീ അത് ചെയ്യ്, നിനക്കേ പറ്റൂ, നിനക്കിതിനുള്ള കഴിവുണ്ട് എന്ന് പറയും. അപ്പം എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, എന്നാലും വൺ സ്പെഷ്യൽ ലൈക്ക്, അതായത് എന്താ പറയുക, നമ്മളെ സ്വന്തം രക്തമല്ല എന്നാൽ പോലും എന്താണ്, നമുക്കവർ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അതേപോലെ ലൈക്ക് അവളുടെ ഫാമിലിയൊക്കെ അതേപോലെയാണ്. പിന്നെ എന്താണ്, ഇത്രയൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുവേ, പക്ഷേ സംസാരിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഫുള്ളൂടെ ബ്ലാങ്ക് ഇട്ട് പോവും. ഇപ്പം തുടങ്ങി 2 ദിവസമല്ലേ ആയുള്ളൂ, അതിൻ്റെ ഒരു 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 ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. തിങ്ക് ഹാപ്പി, ലീവ് ഹാപ്പി. ബൈ.